ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരത്തിനെ ഒറ്റ വാചകത്തിൽ എങ്ങനെ വിശേഷിപ്പിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്ററലി ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു വശത്ത് ജിതിൻ എം എസ് നിന്ന് കത്തുന്നു, മറുവശത്ത് പ്രീതവും. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രതിരോധത്തിൽ കിടിലൻ പ്രകടനം തന്നെയാണ് പ്രീതം കോട്ടാൽ എന്ന ഈ ലെജൻഡറി ക്യാപ്റ്റൻ കാഴ്ചവെക്കുന്നത്. എന്തുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ടൈറ്റിൽ വിന്നിംഗ് ക്യാപ്റ്റനും അവരുടെ ലെജൻഡുമാകാൻ പ്രീതം കോട്ടാലിന് കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗോളം ഉറപ്പിച്ച രണ്ട് നീക്കങ്ങളെയാണ് അവസാന നിമിഷം പ്രീതം കോട്ടാൽ സ്പോയിൽ ചെയ്ത് കളഞ്ഞത്. അബ്സല്യൂട്ട്ലി ഡിഫൻസിൽ പ്രീതം തന്നെയാണ് നായകൻ. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആംബാൻഡ് മിലോസിനേക്കാൾ കൂടുതൽ പ്രീതം അർഹിച്ചിരുന്നു എന്നത് ഇന്നത്തെ മത്സരം തെളിയിക്കുന്നുണ്ട്. മിലോസ് ഒരു പോരാളിയാണ്, അതിനകത്തൊന്നും ആർക്കും യാതൊരു സംശയമില്ല. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പയ്യൻ ഡാനിഷ് ഫറൂഖിന്റെ മിസ് പാസുകൾ എടുത്ത് പറയേണ്ടതാണ്. നോഹ സദോയി കിടിലം കുറേ അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പാഴായി പോയി. പിന്നെ നമ്മുടെ ജീസസും ഒരു അവസരം പാഴാക്കുന്ന കാഴ്ച കണ്ടു. ഏതായാലും ആദ്യ പകുതിയിൽ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കിടിലൻ പോരാട്ടം തന്നെയാണ് ഇന്ന് ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ജിതിൻ എം എസ്, അജാരിയോ തുടങ്ങിയ താരങ്ങളെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അവരുടെ ഗില്ലർ മോയും കിടിലൻ പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്നത് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഗുർമീത് പോസ്റ്റിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. രാഹുൽ കെ പി കൃത്യമായിട്ട് അങ്ങോട്ട് സീനിലേക്ക് വന്നിട്ടില്ല എങ്കിൽ പോലും രാഹുലിൽ നിന്നും വരാൻ പോകുന്ന പകുതിയിൽ വളരെ വലിയ സംഭവങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ സച്ചിൻ സുരേഷിന്റെ പ്രകടനമൊക്കെ കിടിലമാണ് എങ്കിൽ പോലും എവിടെയോ സച്ചിൻ വല്ലാതെ സ്ലോ ആവുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് അപകടം വിതയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആദ്യ പകുതിയുടെ സ്റ്റാറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല പ്രകടനം തന്നെ രണ്ട് ടീമുകളും കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 ഷോട്ടുകൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഉതിർത്തപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് 4 മാത്രമാണ് ഉതിർക്കാൻ കഴിഞ്ഞത്. ഓൺ ടാർഗറ്റിലേക്ക് നോർത്ത് ഈസ്റ്റ് 2 ഉതിർത്തപ്പോൾ ബ്ലാസ്റ്റേഴ്സ് 1. ബോൾ പൊസിഷന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു നേരിയ മുൻപോക്കുണ്ട്. 53% ബ്ലാസ്റ്റേഴ്സിനാണ്. പാസിന്റെ കാര്യത്തിലും പാസിംഗ് ആക്യുറസിയിലും മറ്റു കാര്യങ്ങളിലും എല്ലാം ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആദ്യ പകുതിയിൽ ഒരു വശത്ത് പ്രീതം നിർത്തി കത്തിക്കുന്നു, മറുവശത്ത് ജിതിൻ എം എസ് നിന്ന് കത്തുന്നു. പലതവണ ജിതിന്റെ ബൂട്ടുകളുടെ മൂർച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് കഴുത്തറക്കാതെ രക്ഷപ്പെട്ടു. അവസാന നിമിഷം വരെ ഒരു അവസരം ജിതിന് പാഴായിപ്പോയി. അബ്സല്യൂട്ട്ലി ജിതിൻ എം എസ് ആയാലും ഇവിടെ പ്രീതമായാലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. നല്ലൊരു കിടിലൻ പ്രകടനം തന്നെയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവേശത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന പ്രകടനം തന്നെയാണ് രണ്ട് ടീമുകളും കാഴ്ചവെക്കുന്നത്. കിടിലൻ. പിന്നെ കൊയേഫിന്റെ പ്രകടനം, പിന്നെ കൊയേഫ് അജാരിയെ പിടിച്ചു വെച്ച് യെല്ലോ കാർഡ് വാങ്ങിച്ചു. എങ്ങനെയൊക്കെ നോക്കിയാലും ഫസ്റ്റ് ഹാഫ് കിടിലൻ.